friends. Hello guys. Welcome back to our class. അപ്പോൾ ഇവിടെ നോക്ക് ആക്ച്വലി നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് തോട്ട് റൈറ്റിംഗ്. സോ നമ്മളെ സംബന്ധിച്ച് ദ ചാമ്പ് എന്ന് പറയുന്ന പാഠം നമുക്കറിയാം, നമ്മളെ ആനുവൽ എക്സാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ആ പാഠത്തിലെ ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്, തോട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്ക ഇവിടെ, oh please forgive us Radha, we eat our words, but I will love to learn your style, your very own style Radha, said Ranjit and held out his hand to her. Ranjit felt sorry for what they had done to Radha. What would his thoughts be? Write the thoughts of Ranjit. അല്ലേ, എന്താണ് നിങ്ങൾ രഞ്ജിത്തിന്റെ എന്ത് ചെയ്യൂ തോട്ട്സ് എഴുതാനാ പറഞ്ഞത്. അവസാനം അമാന് വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട സമയത്ത് അവനെ രക്ഷിക്കാൻ ആര് വേണ്ടി വന്ന്? രാധ തന്നെ വേണ്ടി വന്നു അല്ലേ വേണ്ടി വന്നു അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനം അവര് രാധയെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അവരല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവരെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മൾ തോട്ട്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. നോക്ക്, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും, ഗിൽറ്റ് തോന്നുന്നില്ലേ. നമ്മൾ ഒരുപാട് കളിയാക്കിയ ആളാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ രക്ഷിക്കാനുണ്ടായത് എന്നറിയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി എന്ത് തോന്നും? ഭയങ്കര ഗിൽറ്റ് തോന്നും നമുക്ക്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് എങ്ങനെയാണ് ഉത്തരം എഴുതുക? നമ്മൾ ഇങ്ങനെ ഉത്തരം എഴുതാൻ ശീലിക്കണം. നോക്ക്, നമ്മൾ ഇങ്ങനെ പഠിക്കണം. We thoroughly mistook poor Radha. നമ്മൾ ശരിക്കും എന്ത് ചെയ്തു? രാധയെ വല്ലാണ്ട് നമ്മൾ അങ്ങ് തെറ്റിദ്ധരിച്ചു കളഞ്ഞു. We thought Radha was simply a village girl. She was just a simple village girl. നമ്മൾ അവൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അവൾ ഒന്നും അറിയാത്ത, ഒരു സ്കില്ലും ഇല്ലാത്തൊരു പാവം പിടിച്ച ഒരു ഗ്രാമത്തിലെ പെൺകുട്ടിയാണ് നമ്മൾ അവളെ തെറ്റിദ്ധരിച്ചു. How many times we ridiculed her. നമ്മൾ എന്തോ ഒരു പ്രാവശ്യം അവിടെ റിഡിക്യൂൾ ചെയ്തു, നമ്മൾ അവളെ പൂർണ്ണമായി എന്ത് ചെയ്തു? വിഷമിപ്പിച്ചു. We should have accepted her. നമ്മൾ ശരിക്കും രാധയെ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. If we introduced her to our friends, it would be a proud. നമ്മൾ ശരിക്കും അവളെ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ അവളുടെ കൂട്ടുകാർക്കൊക്കെ, നമ്മുടെ ക്ലബിലെ കൂട്ടുകാർക്കൊക്കെ ശരിക്കും ഇവളെ പരിചയപ്പെടുത്തണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രൗഡ് ആയേനല്ലേ. എന്തൊരു സ്കില്ലുള്ള കുട്ടിയാ രാധ. She really wanted to join with us. അവക്കാണെങ്കിലോ നമ്മളെ കൂടെ ചേരണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷേ we rejected her. We always rejected her. നമ്മൾ അവളെ എന്ത് ചെയ്തത്? എപ്പോഴും നമ്മളെ we rejected her. നമ്മളോട് റിജക്റ്റ് ചെയ്തു. Neither we knew about Radha no swimming. Neither we knew about Radha. നമുക്ക് രാധയെ കുറിച്ച് അറിഞ്ഞില്ല. nor her swimming. അവളുടെ സ്വിമ്മിങ്ങിനുള്ള സ്കില്ലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. Radha swims with the current. That we had to understand. We underestimated her. നമ്മൾ അവളെ വല്ലാണ്ട് എന്ത് ചെയ്തു? അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. That we had to understand. The poor girl even warned us about the current. അവക്ക് മനസ്സിലായിട്ടുണ്ട്, നേരെ നമ്മൾ ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടപ്പോൾ she understood that is wrong. അവിടെ ഡേഞ്ചർ ആണ് എന്നുള്ളത് രാധ could understand. പക്ഷേ നമ്മൾ പൊട്ടന്മാർക്ക് എന്തായില്ല, അത് മനസ്സിലായിട്ടില്ല. She's the bravest girl I have ever met. ഞാൻ എന്താണ് ഏറ്റവും കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രേവസ്റ്റ് ഗേൾ ആരാണ്? രാധയാണ്. Hope she will forgive us. അവൾ നമുക്ക് മാപ്പ് തരുമെന്ന് എന്ത് ചെയ്യാണ് ഞാൻ വിചാരിക്കുന്നു. രാധ പ്ലീസ് forgive us. രാധ നീ ഞങ്ങൾക്ക് എന്താണ്, നീ അത് വിട്ടുകളാ, സോറി ഇല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യണം, സോറി പറയാണ്. ഇത്ര എഴുതിയാൽ മതി. ഇത്രയും എഴുതിയാൽ നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് സെറ്റ്. A+ കുറഞ്ഞതൊന്നും എന്തില്ല, നമുക്ക് ഇവിടെ പഠിക്കാനില്ല. ഓക്കെ, സോ ഇത്രയും കാര്യം എഴുതിയാൽ എന്താണ്, നിങ്ങളുടെ സെറ്റായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.